അപ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ്. ശരിക്കും തിരഞ്ഞെടുപ്പ് ചൂടും വേനൽ ചൂടും എല്ലാം കൂടി കളിക്കുകയാണ്. അപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് BJP ഉറ്റുനോക്കിക്കാണുന്നത്? അല്ല, രാഷ്ട്രീയ സാഹചര്യം വളരെ സിമ്പിളല്ലേ. പണ്ട് BJP നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ജയസാധ്യത പോലും വളരെ കുറവായിരുന്നു. ഞാനും 2 ഇലക്ഷൻ ഫൈറ്റ് ചെയ്തതാണ്, 2ഉം തോറ്റതാണ്. അവിടെ നിന്ന് ഇന്നിപ്പോൾ BJP എന്നുള്ളതിനേക്കാൾ തൂക്കുമന്ത്രിസെ പറ്റി സംസാരിച്ചു തുടങ്ങി. BJPക്ക് അത്രയും സീറ്റ് കിട്ടില്ല, ഇത്രേ കിട്ടൂ, ഇതിലോട്ടൊക്കെ ആയില്ലേ. ഇത് തന്നെ വളർച്ചയില്ലേ കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ ഓഫ് കേരള എന്തെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് BJP. ഭാവി എന്ന് വെച്ചാൽ എന്താണ്? BJP ആണ്. കാരണം എല്ലാ തലമുറകളും അനുഭവിച്ചു. 10-60 കൊല്ലം ഈ 2 കൂട്ടരും കൂടി ഈ നമ്മൾക്ക് അർഹതപ്പെട്ടതൊന്നും തന്നില്ല. കേരളം നടന്നു പോയത് അന്ന് കേരളത്തിലെ മിടുക്കരായ ആൾക്കാർ പ്രവാസികളായിട്ടുള്ളവരുടെ പണവും റബ്ബറിൻ്റെ പണവും ഇങ്ങനെയൊക്കെ കൊണ്ട് മാത്രം കേരളം സർവൈവ് ചെയ്ത് പോയതാണ്. അല്ലാതെ കേന്ദ്രത്തിൽ നിന്നൊരു ചുക്കും കിട്ടിയിട്ടില്ല. അന്ന് ഇവിടെയും കോൺഗ്രസ് അവിടെയും കോൺഗ്രസ് ഭരിക്കുന്ന കാലമുണ്ടായിരുന്നു. എന്തും നേടിയെടുക്കാമായിരുന്നു. ഇന്ന് BJP ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്നില്ലേ. UP സംസ്ഥാനത്തും കേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ എന്തുമാത്രം ഗുണങ്ങളാണ് കിട്ടുന്നത്. ഇവിടെയും അതേ ഗുണങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ഇവിടെ എന്ത് പദ്ധതി വേണം എന്നുള്ളത് ഇവിടെ നിന്ന് എഴുതി അറിയിക്കണം. ഞങ്ങൾക്ക് ഇന്നത് വേണം, ഇത് പറയില്ല. ഇനി അഥവാ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പദ്ധതി അനുവദിച്ച് കിട്ടി, അതിനൊരു വലിയൊരു തുക ഉണ്ടെങ്കിൽ ഈ തുക ചിലപ്പോൾ ഇപ്പോൾ 100 കോടിയാണെങ്കിൽ 100 കോടി ഒരുമിച്ചല്ലല്ലോ കൊടുക്കുന്നത്, 5 ഘട്ടങ്ങളായിട്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ഘട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിവിടെ ചിലവാക്കിയതിൻ്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കൊടുക്കണം. കൊടുത്താൽ മാത്രമേ അടുത്ത ഗഡു വരത്തുള്ളൂ. ഇതെന്ത് ചെയ്യും? അത് കൊടുക്കില്ല, വക മാറ്റി ചിലവഴിക്കും. എന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് പൈസ തരുന്നില്ല, ഞാൻ കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു. അപ്പോൾ ഈ ദുരവസ്ഥകളെല്ലാം ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. പുതിയ തലമുറയ്ക്കകത്ത് ഡിജിറ്റൽ മീഡിയയിൽ ഇരിക്കുന്നവർ അവരിത് മുഴുവൻ കാണുക. അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, 5-6 തലമുറ നശിപ്പിച്ചവരാണ് ഈ 2 കൂട്ടരും. നമ്മുടെ തലമുറയും ഇനി വരുന്ന തലമുറയ്ക്കും നന്മ വേണമെന്നുണ്ടെങ്കിൽ ഒറ്റക്കാര്യം, വെറും വാക്കുകളില്ല, പറഞ്ഞ വാക്ക് പാലിക്കുന്ന പ്രധാനമന്ത്രി നമുക്കിന്നുണ്ട്. അദ്ദേഹം എന്തും വാരിക്കോരി തരാൻ തയ്യാറാണ് പദ്ധതികൾ കൊടുത്താൽ. അങ്ങനെ ആ പ്രധാനമന്ത്രിക്ക് അവരുടെ പ്രധാനമന്ത്രിയുടെ പ്രതിനിധികളായിട്ട് BJPയുടെ സ്ഥാനാർത്ഥികൾ NDAയുടെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നു. നിങ്ങൾ ഓർക്കുക, 9-ാം തീയതി വോട്ട് ചെയ്യുമ്പോൾ BJP NDA സ്ഥാനാർത്ഥികൾക്ക് നിങ്ങൾ ഏത് പാർട്ടിയിൽ ഇതുവരെ വിശ്വസിച്ചാലും കുഴപ്പമില്ല, അവർക്ക് വോട്ട് ചെയ്യുക, അവരെ വിജയിപ്പിക്കുക. കേരളത്തിൻ്റെ നന്മയ്ക്കായിട്ട് നിങ്ങളുടെ ഒരു വിരൽ, ഒരു ഞെക്ക് അത് കേരളത്തിൻ്റെ നന്മയ്ക്കാവണം. താമരയ്ക്ക് വോട്ട് ചെയ്യും.